സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് നടത്തുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്താ? ലൈന ശകറതും ലഅസീദന്നകും വലൈന കഫറതും മിൻ അദാബി ലശദീദ്. അല്ലാഹു പറയുകയാണ്, നീ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിനക്ക് ചെയ്തു തരുന്ന ഒരുപാട് അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ നിനക്ക് തരാം, നിനക്കെല്ലാം ഞാൻ വർദ്ധിപ്പിച്ചു തരാം. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ചറപ്പ് പറയുന്ന ഒന്നാമത്തെ വാഗ്ദാനമാണ്, നീ ഞാൻ പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ, അല്ലാഹു പറയുന്നു നീ എന്നോട് നന്ദി കാണിച്ചാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നല്ലോ. കാണാൻ അല്ലാഹു കണ്ണിന് കാഴ്ച തന്നു, ചെവിക്ക് കേൾവി തന്നു, സംസാരിക്കാനുള്ള കഴിവ് തന്നു, കയ്യും കാലും കരളും എല്ലാം അല്ലാഹു നമുക്ക് തന്നല്ലോ. ഈ തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മളിൽ എത്ര പേരാണ് നന്ദി കാണിക്കുന്നത്? നമ്മൾ എത്ര പേരാണ് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത് ഞാൻ നിനക്ക് തരാം. സമ്പത്ത് വേണോ, സൗകര്യം വേണോ, ജോലി വേണോ, വീട് വേണോ, നിനക്ക് എന്താണ് വേണ്ടത്? വേണ്ടത് മുഴുവനും ഞാൻ നിനക്ക് തരാം, നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവര് വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും മറന്നു പോകുന്നവരാണ്, നമ്മൾ ശുക്ർ ചെയ്യാത്തവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എവിടെന്ന് പറയുന്നു, നന്ദി ചെയ്യുന്നത് വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നവരാ, നമ്മളെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നവരാ. പടച്ചവനെ, നന്ദി കാണിക്കുന്നത് കുറഞ്ഞ വിഭാഗം മാത്രമാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ഉമർ തങ്ങൾ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ ആ കച്ചവടം നടക്കുന്ന, വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളമുണ്ടല്ലോ, ആ കമ്പോളത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോ ഒരു മനുഷ്യനിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ. പടച്ചവനോട് പറയുന്നു, അല്ലാഹുവേ, ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണേ തമ്പുരാന്, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന്. വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലിരുന്ന് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മനുഷ്യനെ കണ്ടപ്പോ ഖലീഫയായ ഉമർ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. ഉമർ തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്നല്ലോ, ന്യൂനപക്ഷത്തിൽ പെടാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നല്ലോ. ഉമർ തങ്ങൾ ചോദിക്കുന്നു, ആരാ ന്യൂനപക്ഷമാരാ? ആ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആരാണ്? ആ സമയത്ത് ആ കമ്പോളത്തിലിരിക്കുന്ന മനുഷ്യൻ പറയുകയാ, അതാ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വഖലീലൻ മിൻ ഇബാദിഹി ശകൂർ. അല്ലാഹുവിന് നന്ദി കാണിക്കുന്നത് കുറച്ചു പേരാണ്, ന്യൂനപക്ഷമേ ഉള്ളൂ. അല്ലാഹുവിന് നന്ദി കാണിക്കുന്നത് ന്യൂനപക്ഷമാണ്, കുറച്ചു പേര് മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. ആ കുറഞ്ഞവരിൽ എന്നെ പെടുത്തണേ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. ഉമർ തങ്ങൾ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ. ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെയും പെടുത്തണേ തമ്പുരാന് എന്ന് പടച്ചവനെ ഉമർ തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ, ഈ പരിശുദ്ധമായ റമളാൻ എല്ലാം കഴിഞ്ഞ് 6 നോമ്പ് പിടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? പടച്ചവൻ ചെയ്തു തന്ന നിഅമത്തിന്റെ വലുപ്പം നമ്മളിൽ പലർക്കും അറിയുന്നില്ലടോ. നമ്മൾ നന്ദിയില്ലാത്തവരാവുകയാ.
നമ്മൾ നന്ദി കാണിക്കാത്തവരാവുകയാ. പടച്ചവനെ, വെമ്പായം ടൗണിലൂടെ നിന്റെ വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്ന നാൽക്കാലിയായ നായുണ്ടല്ലോ, ഒരിക്കലെങ്കിലും നീ അതിനൊന്ന് ഭക്ഷണം കൊടുത്താൽ പിന്നെ എവിടെ വെച്ച് കണ്ടാലും അത് നന്ദി കാണിക്കുമടോ. ആ നാൽക്കാലിക്ക് പോലും നല്ല മനസ്സുണ്ടെങ്കിൽ, പക്ഷേ നമ്മളിൽ പലർക്കും ആ മനസ്സില്ലാതെ പോവുകയാണ്. നമ്മൾ നന്ദിയില്ലാത്തവരാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ പരിചയപ്പെടുത്തുകയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി മുഴുവനും തന്റെ കാല് നീര് കെട്ടുന്ന രീതിയിൽ നബി തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോ രണ്ട് കാലും നീര് കെട്ടുന്ന രീതിയിൽ നബി തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയേ അല്ലാഹു നിങ്ങളുടെ പാപം മുഴുവനും പുറത്തു തന്നല്ലോ, നിങ്ങളല്ലേ നബിയെ സ്വർഗം തുറക്കുന്നത്, പിന്നെ എന്തിനാണ് കാല് നീര് കെട്ടുന്ന രീതിയിൽ പാതിരാത്രി മുഴുവനും അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ മറുപടി, ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ എന്ന് നബി തങ്ങൾ പോലും അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദിയുള്ളവരാണോ? നമ്മൾ നന്ദിയുള്ള അടിമയാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചില അടിമകളെ കുറിച്ച് അല്ലാഹു തന്നെ വിശുദ്ധമായ ഖുർആനിൽ പറയുകയാ. അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന ചില അടിമകളെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ പ്രവാചകൻ ആരെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്.